നമ്മളിന്നൊരു പനീർ മസാല റെസിപ്പിയിലാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടത് 3 തക്കാളി വേണം. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന വറ്റൽമുളക് വേണം, കാഷ്യൂനട്ട് വേണം, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി വേണം, ഗരം മസാല ഇടണം, അത് കഴിഞ്ഞതിന് ശേഷം മല്ലിപ്പൊടി ഇടണം. നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ചെറുജീരകവും കൂടി ഇട്ട് നല്ല വൃത്തിയാണ് പേസ്റ്റ് രൂപത്തിൽ മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു അടുപ്പിൽ നമ്മൾ പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ വീഴ്ത്തുക. എണ്ണ ചൂടായി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടതിന് ശേഷം പനീറും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പനീർ കൂടുതൽ ഹാർഡാവരുത്. അതിനുശേഷം തക്കോലം, പെരുംജീരകം, കറുവപ്പട്ട ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുന്ന സവാളയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഗാർലിക്കും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി വെച്ചിരുന്ന തക്കാളി പേസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒന്ന് കുറുകി വരാൻ നേരത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന പനീറും കൂടി ഇട്ടൊന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പനീർ ഒന്ന് ഉടയാതെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ അടിപൊളി പനീർ മസാല റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.